2019 നവംബർ മാസം 27 ഹൈദരാബാദ്. 28 വയസ്സുള്ള പ്രിയങ്ക റെഡ്ഡി മൃഗ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് തന്റെ ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ശംഷാബാദിലെ നക്ഷത്ര കോളനിയിലാണ് അവളുടെ വീടുള്ളത്. വീട്ടിലേക്ക് വന്ന അവൾ ഏകദേശം ഒരു 5 മണിയോടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായി സ്കൂട്ടി എടുത്ത് വീട്ടിൽ നിന്നും തിരിക്കുന്നു. സമയം ഇപ്പോ 6:08. പ്രിയങ്ക തൊണ്ടുപള്ളി എന്ന ടോൾ ഗേറ്റിനടുത്ത് തന്റെ സ്കൂട്ടി പാർക്ക് ചെയ്യാനായി ശ്രമിച്ചു. പക്ഷേ ഇവിടെ സ്കൂട്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ആ ടോൾ ഗേറ്റിലുണ്ടായിരുന്നവർ പറഞ്ഞു. അതിനാൽ അവൾ അവിടെ നിന്നും ഒരു അല്പദൂരം മാറിയുള്ള റോഡിന് അരികിലായി ആളുകൾ അധികം സഞ്ചരിക്കാത്ത ഒരു സ്ഥലത്ത് ആ സ്കൂട്ടി പാർക്ക് ചെയ്യുന്നു. അവിടെ നിന്നും ഒരു ക്യാബിൽ ഡോക്ടറുടെ പക്കലേക്ക് പോകുന്നു. ഡോക്ടറിനെ കണ്ട് രണിയോടുകൂടി സ്കൂട്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ക്യാബിൽ വന്നിറങ്ങി. അവിടെ നിന്ന് വീണ്ടും സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ അന്ന് പ്രിയങ്ക വീട്ടിലെത്തിയില്ല. അതേസമയം വീട്ടിൽ പുറത്തുപോയ മകൾ ഇതുവരെയും വന്നില്ലല്ലോ എന്ന് കാത്തിരുന്ന മാതാപിതാക്കൾ ഒരു ഘട്ടത്തിന് ശേഷം ഭയം തോന്നുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് അവളെ തിരയാൻ തുടങ്ങി. അടുത്ത ദിവസം 2019 നവംബർ മാസം 28 പാല് വിൽക്കാനായി പോകുന്ന ഒരാൾ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് പാലത്തിനടിയിലായി എന്തോ ഒന്ന് കത്തുന്നത് പോലെ കണ്ടു. അത് എന്താണെന്ന് അറിയാനായി അടുത്തേക്ക് പോയി നോക്കി. അവിടെ ഒരു മനുഷ്യന്റെ കൈയായിരുന്നു അയാൾക്ക് കാണാൻ സാധിച്ചത്. അയാൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. അത് കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി മറ്റാരുമല്ല, ഇത് കാണാതായ 28 വയസ്സുള്ള ഡോക്ടർ പ്രിയങ്ക റെഡ്ഡിയാണെന്ന്. ആന്ധ്ര തെലങ്കാന മാത്രമല്ല, മുഴുവൻ ഇന്ത്യയെയും ഈയൊരു കേസ് പ്രകമ്പനം കൊള്ളിച്ചു. കാരണം പ്രിയങ്ക റെഡ്ഡിയെ ബലാത്സംഗം ചെയ്ത് കൊന്നവർ 20 വയസ്സിന് താഴെയുള്ള 4 ചെറിയ കുട്ടികളായിരുന്നു. അതും വളരെ സാമർഥ്യമായി പദ്ധതിയിട്ട് 28 വയസ്സുള്ള പ്രിയങ്ക റെഡ്ഡിയെ റേപ്പ് ചെയ്തു, ക്രൂരമായി തന്നെ കൊന്നു. അങ്ങനെ അന്ന് രാത്രി എന്ത് സംഭവിച്ചു? എങ്ങനെ പ്രിയങ്ക റെഡ്ഡി ഈ ചെറിയ കുട്ടികളുടെ വലയിൽ വീണു? നാളെ നിങ്ങൾക്കും ഇങ്ങനൊരു സാഹചര്യം വന്നേക്കാം. അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരാതെ എങ്ങനെ നോക്കാമെന്നുള്ളത് ഈ പ്രിയങ്ക റെഡ്ഡിയുടെ കേസിലൂടെ തന്നെ വളരെ വ്യക്തമായി നമുക്കറിയാം. നവംബർ മാസം 27 അന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായി സ്കൂട്ടി എടുത്തുകൊണ്ടുപോയ പ്രിയങ്ക ടോൾ ഗേറ്റിൽ നിന്നും കുറച്ചു ദൂരം മാറി റോഡിന് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സർവീസ് റോഡിൽ തന്റെ സ്കൂട്ടി പാർക്ക് ചെയ്യുന്നു. പ്രിയങ്ക എവിടെയാണോ സ്കൂട്ടി പാർക്ക് ചെയ്തത് അതിന് തൊട്ടടുത്തായി ഒരു ലോറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ലോറിയിൽ 2 ഡ്രൈവേഴ്സും 2 ക്ലീനേഴ്സും ഉണ്ടായിരുന്നു. ആ 4 പേരിൽ ഒരല്പം പ്രായമുള്ള വ്യക്തിയുടെ പേര് മുഹമ്മദ് ആരിഫ്. അവന്റെ വയസ്സ് 26. അടുത്തത് ജൊല്ല് ശിവ, ജൊല്ല് നവീൻ, ചെന്നികേശവളു. ഈ 3 പേരുടെ വയസ്സ് 20-ൽ താഴെയാണ്. ഈ 4 പേരും കർണാടകയിൽ നിന്നും ലോഡ് കയറ്റി ഹൈദരാബാദിലേക്ക് വന്നു. ഇവിടെ ഹൈദരാബാദിൽ ആർക്കാണോ ലോഡ് കൊടുക്കേണ്ടത് അവർക്ക് ഫോൺ ചെയ്യുന്നു. പക്ഷെ അവർ ഫോൺ എടുത്തില്ല. അടുത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ തൊണ്ടുപള്ളി ടോൾ ഗേറ്റിൽ നിന്നും 60 മീറ്റർ മാറിയുള്ള സർവീസ് റോഡിൽ ഇവരുടെ ലോറി പാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന സമയം ഈ 4 പേരും മദ്യപിക്കാൻ തുടങ്ങി. ആവശ്യത്തിൽ കൂടുതൽ മദ്യപിച്ച് ആ ലോറിക്കടുത്ത് അവർ ഇരിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു പ്രിയങ്ക റെഡ്ഡി ആ സ്കൂട്ടിയുമായി വന്ന് ലോറിക്കടുത്ത് ആ സ്കൂട്ടി പാർക്ക് ചെയ്തു. പ്രിയങ്ക അവിടെ വരുന്നത്, വണ്ടി നിർത്തുന്നത്, സ്റ്റാൻഡ് ചെയ്യുന്നത്, അവൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം ഈ 4 പേരും ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. സമയം ഇപ്പോ 6:13. സ്കൂട്ടി അവിടെ പാർക്ക് ചെയ്ത് ഡോക്ടറെ കാണാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പ്രിയങ്ക അതിൽ കയറിപ്പോയി. അവിടെ പാർക്ക് ചെയ്തിട്ട് പോയെങ്കിൽ തീർച്ചയായും സ്കൂട്ടി എടുക്കാൻ പ്രിയങ്ക ഇവിടെ വരണം എന്നവർക്ക് മനസ്സിലായി. അതിനാൽ അവളെ എങ്ങനെ തങ്ങളുടെ വലയിൽ കുടുക്കാമെന്നുള്ള പദ്ധതി അവർ ഉണ്ടാക്കാൻ തുടങ്ങി. കൂട്ടത്തിലുണ്ടായിരുന്ന നവീൻ എന്ന ചെറിയ കുട്ടി സ്കൂട്ടിക്ക് പുറകിലുള്ള ടയറിലെ കാറ്റ് കളയാം. അതിനുശേഷം അവൾ സ്കൂട്ടി എടുക്കാനായി വരുമ്പോൾ നമ്മൾ സഹായിക്കാം എന്ന വണ്ണം അവളെ ട്രാപ്പ് ചെയ്യാം എന്നൊരു പദ്ധതി കൊടുത്തു. ഇവന്റെ പദ്ധതിയും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അതുപോലെ തന്നെ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ 4 പേർ പ്രിയങ്കയുടെ വരവിനായി കാത്തിരുന്നു. മറ്റൊരു ഭാഗത്ത് ഡോക്ടറെ കണ്ട് പ്രിയങ്ക തിരിക്കുന്നു. സമയം 9:13. പ്രിയങ്ക തൊണ്ടുപള്ളി ടോൾ പ്ലാസയിൽ ക്യാബിൽ വന്നിറങ്ങി. തന്റെ സ്കൂട്ടി പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ നടന്നു പോകാൻ തുടങ്ങി. സ്കൂട്ടി എടുക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴായിരുന്നു അവൾക്ക് മനസ്സിലായത് സ്കൂട്ടിയുടെ പുറകുവശത്തെ ടയറിൽ കാറ്റില്ല എന്ന്. തൊട്ടെവിടെയെങ്കിലും പഞ്ചർ കട ഉണ്ടോ എന്നറിയാനായി സ്കൂട്ടിയുമായി ആ റോഡിന്റെ അരികിലൂടെ അവൾ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ 4 പേരും സ്കൂട്ടി ഉരുട്ടിക്കൊണ്ടുപോകുന്ന പ്രിയങ്കയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അയ്യോ, വണ്ടി പഞ്ചറായോ, ഞങ്ങളെ സഹായിക്കാം, ഞങ്ങൾ കൊണ്ടുപോയി പഞ്ചർ ഒട്ടിച്ചിട്ട് വരാം, നിങ്ങൾ എന്തിന് ഇത്ര കഷ്ടപ്പെടണം എന്ന് ചോദിച്ചു. ഇതിന് പ്രിയങ്ക
ഇല്ല സാരമില്ല, തൊട്ടടുത്തായിരിക്കും പഞ്ചർ ഷോപ്പ് ഉള്ളത്, ഞാൻ തന്നെ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 4 പേരും ഇല്ല മേഡം, ആ കട ഇപ്പോൾ അടച്ചിട്ടുണ്ടാകും, ഇവിടെ അടുത്ത് മറ്റൊരു കടയുണ്ട്, ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് ഒരു അപേക്ഷ പോലെ ചോദിക്കാൻ തുടങ്ങി. ആ സമയം പ്രിയങ്ക അവരെ വിശ്വസിച്ച് അവളുടെ സ്കൂട്ടി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. സമയം 9:23. കൂട്ടത്തിൽ ശിവ എന്ന കുട്ടി പഞ്ചർ കടയിലേക്ക് പോകാനായി സ്കൂട്ടി വാങ്ങുന്നു. ആ സമയം പ്രിയങ്ക മനസ്സിൽ ഒരല്പം ഭയവും ഉത്കണ്ഠയോടും കൂടി ആ സ്ഥലത്ത് കാത്തിരിക്കാൻ തുടങ്ങി. സമയം 9:28. പഞ്ചർ ഷോപ്പ് അടച്ചു എന്ന് പറഞ്ഞ് അവൻ ആ വണ്ടി തിരികെ കൊണ്ടുവരുന്നു. പ്രിയങ്ക ശരി, ഞാൻ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷേ അവൾ എത്ര തന്നെ ചോദിച്ചിട്ടും അവൻ ആ വണ്ടി തിരികെ കൊടുത്തില്ല. ഇപ്പൊ തന്നെ രാത്രിയായല്ലോ മാഡം, നിങ്ങൾ എങ്ങനെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും? ഇവിടെ അടുത്ത മറ്റൊരു കടയുണ്ട്, ഞാൻ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ സ്കൂട്ടി അവൻ എടുത്തുകൊണ്ടുപോയി. അപ്പോഴായിരുന്നു പ്രിയങ്കയ്ക്ക് എന്തോ ഒരു സംശയം വരാൻ തുടങ്ങിയത്. അതിനാൽ പ്രിയങ്ക സഹോദരിക്ക് ഫോൺ വിളിച്ചു. സഹോദരി ആ സമയം ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവളെ വിളിച്ച് ഞാൻ ടോൾ പ്ലാസയ്ക്ക് അടുത്ത് നിൽക്കുകയായിരുന്നു, എൻ്റെ വണ്ടി പഞ്ചറായി, എന്നാൽ ഒരാൾ വന്ന് എൻ്റെ വണ്ടി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി. തൊട്ടടുത്തായി ലോറിക്കാർ 2-3 പേർ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ചെറിയ ഭയം, നീ എൻ്റെ കൂടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമോ എന്ന് സഹോദരിയോട് ചോദിച്ചു. ആ സമയം പ്രിയങ്കയുടെ സഹോദരി വളരെ വ്യക്തമായ ഒരു പദ്ധതി പറഞ്ഞു കൊടുത്തു. നീ അവിടെ നിൽക്കണ്ട, ഉടൻ തന്നെ ആ ടോൾ പ്ലാസയുടെ ഗേറ്റിനടുത്ത് പോയി നിൽക്ക്, അവിടെ ഒരുപാട് പേരുണ്ടാകും, അപ്പോൾ നീ സുരക്ഷിതയായിരിക്കും എന്നും പറഞ്ഞു. പക്ഷെ പ്രിയങ്ക ഇല്ല, ഞാൻ അവിടെ പോകുന്നില്ല, അവിടെ പോയാൽ എല്ലാവരും എന്നെ തന്നെ നോക്കും, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല എന്ന് പ്രിയങ്ക പറഞ്ഞു. സഹോദരി ഒരു തവണയല്ല പലതവണ അവളോട് ഇതേ കാര്യം പറഞ്ഞു. പക്ഷെ പ്രിയങ്ക അത് കേട്ടില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന അതേ സമയം മുഹമ്മദ് ആരിഫ്, നവീൻ, ചിന്നകേസിലും ഇവർ 3 പേരും ഒരേ സമയം പ്രിയങ്കയെ ആക്രമിക്കാൻ തുടങ്ങി. ഒരാൾ പ്രിയങ്കയുടെ വായ പൊത്തിപ്പിടിക്കുന്നു, ബാക്കിയുള്ള 2 പേരിൽ ഒരാൾ പ്രിയങ്കയുടെ കൈ പിടിക്കുന്നു, മറ്റൊരാൾ പ്രിയങ്കയുടെ കാലും പിടിച്ച് അങ്ങനെ അവളെ തൂക്കി ആ റോഡിനരികിലുള്ള ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് തൂക്കിക്കൊണ്ടുപോയി. അതേസമയം പഞ്ചർ ശരിയാക്കാൻ പോയ ശിവ ടയറിൽ കാറ്റടച്ച് തിരികെ വരുന്നു. അങ്ങനെ വന്നവൻ ആ റോഡിൽ പോയി വരുന്ന വാഹനങ്ങളൊന്നും ഇത് കാണാതിരിക്കാനായി ആ ലോറി ഒരല്പം മുന്നിലേക്ക് കൊണ്ടുവന്ന് അതൊന്ന് മറച്ചു നിർത്തി. അടുത്ത് ഒരാൾക്ക് പുറകിൽ ഒരാളായി പ്രിയങ്കയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. അവൾ എത്ര തന്നെ തടഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അനങ്ങാൻ പോലും സാധിച്ചില്ല. സമയം 9:44. പ്രിയങ്കയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പ്രിയങ്കയുടെ വായ പൊത്തിപ്പിടിച്ചിരുന്നവൻ വായ പൊത്തുന്ന സമയത്ത് മൂക്കും ചേർത്ത് പിടിച്ചിരുന്നു. ശ്വാസം വിടാതെ അപ്പൊ തന്നെ പ്രിയങ്ക മരിച്ചിരുന്നു. പക്ഷേ ഈ കാമഭ്രാന്തന്മാർ പ്രിയങ്ക മരിച്ചു എന്നത് അറിഞ്ഞിട്ടുകൂടിയും വീണ്ടും വീണ്ടും അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മരിച്ചുപോയ പ്രിയങ്കയെ ഒരു ഷീറ്റ് കൊണ്ട് മൂടി ലോറിയിലേക്ക് കയറ്റി. സമയം 10:28. 2 പേർ പ്രിയങ്കയുടെ സ്കൂട്ടി എടുത്ത് മുന്നിലൂടെ പോകുന്നു. പുറകിലായി 2 പേർ പ്രിയങ്കയുടെ ശരീരവുമായി ആ ലോറിയിൽ വരുന്നു. മുന്നിലൂടെ സ്കൂട്ടിയിൽ പോയവർ ആൾ സഞ്ചാരമില്ലാത്ത ഹൈവേയിലെ പാലത്തിന് അടിയിൽ പോയി നിൽക്കുകയും പുറകിൽ ലോറിയിൽ വന്നുകൊണ്ടിരുന്നവർക്ക് ഫോൺ ചെയ്ത് എല്ലാം ക്ലിയർ ആണ് എന്ന് സിഗ്നൽ കൊടുത്തു. സമയം രാത്രി 10:33. ലോറി ആ പാലത്തിനടിയിലേക്ക് പോയി നിന്നു. അല്പസമയത്തിന് മുൻപ് തന്റെ ചേച്ചിക്ക് നല്ലൊരു പദ്ധതി പറഞ്ഞു കൊടുത്ത സഹോദരിക്ക് അതുപോലെ അല്പമൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാമായിരുന്നു. കാരണം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ കട്ടായി. അടുത്ത് ഒരു 9:55 പ്രിയങ്കയ്ക്ക് വീണ്ടും ഫോൺ ചെയ്ത് നോക്കി. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു പക്ഷേ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാകാം എന്ന് കരുതിയ അവൾ അത് കാര്യമാക്കിയില്ല. രാത്രി 10 മണിക്ക് പ്രിയങ്കയുടെ സഹോദരി തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചേച്ചി വന്നോ എന്ന് ചോദിച്ചു. വീട്ടുകാരും ഇല്ല, ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു. സമയം 10:15. വീണ്ടും അവൾ വീട്ടിൽ ഫോൺ വിളിച്ച് ചേച്ചി വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും അവർ വന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ഓഫീസിലുണ്ടായിരുന്ന പ്രിയങ്കയുടെ സഹോദരിക്ക് ഭയം വരാൻ തുടങ്ങിയത്. പെട്ടെന്ന് അവൾ ഓഫീസിലിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. ഓഫീസിലുണ്ടായിരുന്ന മറ്റു ചിലർ ഒരു വണ്ടി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ടോൾ പ്ലാസയിൽ പോയി നോക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രിയങ്കയുടെ സഹോദരി വണ്ടിയെടുത്ത് ആ ടോൾ പ്ലാസയ്ക്ക് അടുത്ത് നോക്കുമ്പോൾ അവിടെ പ്രിയങ്കയുമില്ല, പ്രിയങ്കയുടെ വണ്ടിയുമില്ല. സമയം രാത്രി 10:30. പ്രിയങ്കയുടെ സഹോദരി തൻ്റെ അച്ഛന് ഫോൺ വിളിച്ചിട്ട് അച്ഛ, ചേച്ചിയെ കാണാനില്ല, എവിടെ തിരഞ്ഞിട്ടും കാണാനില്ല എന്ന് പറഞ്ഞു. സമയം 11:40. ശംഷാബാദിലുള്ള RJI പോലീസ് സ്റ്റേഷനിൽ തന്റെ മകൾ പ്രിയങ്കയെ കാണാനില്ല എന്ന് അവരൊരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ഉടൻ തന്നെ ടോൾ പ്ലാസയ്ക്കടുത്തുള്ള എല്ലാ CCTV ഫൂട്ടേജസും പരിശോധിക്കാൻ തുടങ്ങി. പോലീസ് ഇങ്ങനെ തിരയുന്ന അതേ സമയം മറുവശത്ത് ആ 4 കാമഭ്രാന്തന്മാർ പ്രിയങ്കയുടെ ശരീരം തീ കത്തിച്ച് നശിപ്പിക്കാൻ പദ്ധതിയിടുന്നു. എങ്കിൽ മാത്രമേ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പദ്ധതിയിടുന്നു. സമയം അർദ്ധരാത്രി 1 മണി. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിലേക്ക് ഒരാൾ വാട്ടർ ക്യാനോടുകൂടി വന്ന് പെട്രോൾ വാങ്ങുന്നു. എന്നാൽ ആ പമ്പിലുണ്ടായിരുന്നവർക്ക് അവനെ കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി.
നിന്റെ വണ്ടി എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ ബോട്ടിലിൽ പെട്രോൾ നൽകില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും തിരികെ അയക്കുന്നു. അവൻ ആ പെട്രോൾ പമ്പിൽ നിന്നും തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഓയിൽ എന്ന മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് വന്ന് അവിടെ ആ ബോട്ടിൽ പെട്രോൾ വാങ്ങി ബാംഗ്ലൂർ ഹൈവേയിലുള്ള അണ്ടർപാസിലേക്ക് വരുന്നു. സമയം അർദ്ധരാത്രി 2 മണി. അവിടെ മരിച്ചുപോയ പ്രിയങ്കയുടെ ശരീരം ലോറിയിൽ നിന്നും പുറത്തേക്കിറക്കുന്നു. ബോട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന ആ പെട്രോൾ ഒഴിച്ച് അവളുടെ ശരീരം കത്തിക്കാൻ തുടങ്ങി. പിന്നീട് അവർ ലോറി എടുത്ത് ഹൈദരാബാദിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരല്പസമയത്തിൽ ശരീരം മുഴുവനും കത്തി നശിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊരു സംശയം അവർക്ക് വരാൻ തുടങ്ങി. അതിനാൽ വീണ്ടും യു ടേൺ എടുത്ത് പ്രിയങ്കയുടെ ശരീരം കത്തിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് വന്നിട്ട് ശരീരം മുഴുവനും കത്തി നശിച്ചോ എന്ന് കൺഫേം ചെയ്ത് വീണ്ടും തിരികെ പോകുന്ന വഴിയിൽ ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് പ്രിയങ്കയുടെ സ്കൂട്ടിയിലുണ്ടായിരുന്ന ആ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റിയിട്ട് അവിടെ തന്നെ ആ വണ്ടി നിർത്തുന്നു. ലോറിയിൽ കൊണ്ടുവന്ന ലോഡ് എവിടെയാണോ നൽകേണ്ടത് അവിടെ നൽകുകയും 4 പേരും ഒന്നും സംഭവിക്കാത്തതുപോലെ തങ്ങൾക്കൊന്നും അറിയാത്തതുപോലെ അവരവരുടെ വീടുകളിലേക്ക് പോയി. അതിരാവിലെ 3:10 പ്രിയങ്കയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് എഫ്ഐആർ ചെയ്യുന്നു. 2019 നവംബർ മാസം 28 രാവിലെ 5:30 ചട്ടന്നപ്പള്ളി പാലത്തിലൂടെ പോയ സത്യം എന്ന പാൽ വിൽപ്പനക്കാരൻ ആ പാലത്തിനടിയിൽ എന്തോ ഒന്ന് കത്തുന്നത് പോലെ തോന്നി. തൊട്ടടുത്ത് പോയി നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ കൈയായിരുന്നു കണ്ടത്. ഭയന്നുപോയ അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് വരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ ഇത് തീർച്ചയായും പ്രിയങ്കയുടെ ശരീരമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്നു. അത് പ്രിയങ്കയുടെ ശരീരമാണ് എന്ന് സ്ഥിരീകരിക്കാൻ അവളുടെ വീട്ടിൽ നിന്നും അച്ഛനെയും സഹോദരിയെയും വിളിക്കുന്നു. രാവിലെ 9 മണിയോടുകൂടി അവിടെ വന്ന പ്രിയങ്കയുടെ അച്ഛനും സഹോദരിയും അത് കാണുന്നു. ആ ശരീരത്തിൽ ധരിച്ചിരുന്ന ഗണപതി ലോക്കറ്റ്, ബെൽറ്റ് കൂടാതെ കത്തി നശിക്കാത്ത വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ട് അവിടെ തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനമായി ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ഭയം തോന്നുന്നു എന്ന് പറഞ്ഞ സ്വന്തം ചേച്ചിയെ കത്തി കരിഞ്ഞ അവസ്ഥയിൽ കണ്ടപ്പോൾ ആ സഹോദരിക്ക് സഹിക്കാനായില്ല. കൂടാതെ തൻ്റെ അടുത്ത് കുറച്ച് ലോറിക്കാരുണ്ടെന്നും അവരെ കണ്ടപ്പോൾ തനിക്ക് എന്തോ സംശയം തോന്നുന്നുവെന്നും ചേച്ചി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം അവൾ പോലീസിനെ അറിയിച്ചു. ഉടൻ തന്നെ അത് ആരാണ് എന്ന് പോലീസ് തിരയാൻ തുടങ്ങി. ഇതേ സമയം ഒരു വെറ്റിനറി ഡോക്ടറെ ഇത്ര ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്ന് ആ ശരീരം കത്തി നശിപ്പിച്ചു എന്നുള്ളൊരു കാര്യം കാട്ട് തീ പോലെ പടരാൻ തുടങ്ങി. മുഴുവൻ ഇന്ത്യയിലും പല പ്രകമ്പനങ്ങൾക്കിടയാക്കി. പ്രിയങ്കയുടെ സ്കൂട്ടി പാർക്ക് ചെയ്തിരുന്ന ടോളിനെ ചുറ്റി എല്ലാ സ്ഥലങ്ങളിലും തിരിയാൻ തുടങ്ങി. അവിടെ റോഡിനരികിലുള്ള ഒരു കുറ്റിക്കാടിനടുത്ത് പ്രിയങ്കയുടെ പേഴ്സ്, വാച്ച് എല്ലാം താഴെ കിടക്കുന്നത് കണ്ടു. ചുറ്റുമുള്ള പെട്രോൾ പമ്പിലെല്ലാം CCTV ഫുട്ടേജസ് പോലീസ് പരിശോധിച്ചു. അതിൽ പതിഞ്ഞ ഒരാളിലൂടെ നവംബർ 29 തന്നെ ആ 4 പേരെയും ചുറ്റി വളഞ്ഞ് പോലീസ് പിടികൂടി. അന്ന് സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യലിലൂടെ പോലീസിനോട് അവർ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ കുറ്റസമ്മതമായിരുന്നു ഇത്രയും സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിന് ശേഷം നാട് മുഴുവനും പല മുക്കിലും മൂലയിലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ഉടൻ തന്നെ അവരെ തൂക്കിലേറ്റി കൊല്ലണമെന്ന് ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങി. എന്റെ മകളെ എങ്ങനെയാണോ തീ കത്തിച്ചവർ കൊന്നത് അതുപോലെ അവരും മരിക്കണമെന്ന് പ്രിയങ്കയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇവരെ സപ്പോർട്ട് ചെയ്യാനായി യാതൊരു വക്കീലും ഹാജരാകാൻ പാടില്ല എന്ന് വക്കീലന്മാർക്കിടയിൽ തന്നെ ഒരു തീരുമാനമുണ്ടായി. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഈ ഒരു കേസ് വരുന്നു. എന്നാൽ ആ നാടിനോടും നാട്ടിലെ ജനങ്ങളോടും സ്ത്രീകളോടും ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന പോലീസ് ചെയ്തത് ഒരു പെൺകുട്ടിയെ, അതും 20 വയസ്സുള്ള കുട്ടികൾ എത്ര ധൈര്യത്തോടു കൂടിയാണ് തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നത്. ഇങ്ങനെയുള്ള ഇവർ നാളെ എന്തും ചെയ്യാൻ മടിക്കില്ല. നാളെ ഇതുപോലെ ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു സംഭവം ഒരു പാഠമായിരിക്കണം. ഇങ്ങനെ ചിന്തിച്ച പോലീസ് ചെയ്തത് 2019 ഡിസംബർ മാസം 6 രാവിലെ ക്രൈം സീൻ റീക്രിയേഷൻ, അതായത് സംഭവം നടന്ന അന്നത്തെ ദിവസം അവർ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം അഭിനയിച്ചു കാണിക്കണം. അതിനുവേണ്ടി ഡോക്ടർ പ്രിയങ്ക റെഡ്ഡിയെ തീ കൊളുത്തിയ സ്ഥലത്തേക്ക് ഈ 4 പേരെയും കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നിരത്തി നിർത്തുകയും പന്നിക്കൂട്ടത്തെ വെടിവെക്കുന്നത് പോലെ ഈ 4 പേരെയും വെടിവെച്ചു കൊന്നു. ഇനി ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആരും അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. ഇനി ഒരുത്തനും അങ്ങനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു ആ 4 പേരെയും വെടിവെച്ചു കൊന്നത്. അതിനുശേഷം പോലീസ് പ്രസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ക്രൈം സീൻ റീക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 4 പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിൽ 2 പേർ പോലീസിന്റെ തോക്ക് തന്നെ പിടിച്ചു വാങ്ങി പോലീസിനെ വെടിവെക്കാൻ ശ്രമിച്ചു. അതിനാൽ പോലീസിന് മറ്റു മാർഗമില്ലാതെ അവരെ വെടിവെക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ആ ഒരു കേസ് അവസാനിപ്പിച്ചു ഹൈദരാബാദ് പോലീസ്. ഇവർ ഇങ്ങനെ സ്ത്രീകളെ തെറ്റായി നോക്കുന്നതിനും തെറ്റായി പെരുമാറുന്നതിനും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പോൺ വീഡിയോസ് ആണ്. അശ്ലീല വീഡിയോസ് കാണുന്നത് കൊണ്ടാണ്. തീർച്ചയായും എല്ലാവരും അശ്ലീല വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അത് കടന്നു തന്നെയായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. എന്നാൽ അതൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഇങ്ങനെ ആയിരിക്കും. ഈ കാണുന്നതൊക്കെ സ്ക്രിപ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാതെ യഥാർത്ഥ ജീവിതത്തിലും അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മോശമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിൽ അശ്ലീല വീഡിയോസ് കാണുന്നവരുടെ എണ്ണത്തിന് ഒരു കൈയും കണക്കുമില്ല.
അതും ലോക്ക്ഡൌണിന് ശേഷം എല്ലാവരുടെ സ്മാർട്ട് ഫോൺസിലും ഇതുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ പ്രസവിച്ച മാതാപിതാക്കൾക്ക് ഈ ഒരു കേസ് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു സംഭവത്തിൽ പ്രിയങ്കയ്ക്കുണ്ടായ ആ ഒരു സാഹചര്യം നാളെ നിങ്ങൾക്കും വരാം. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചോദിച്ചാൽ, അറിയാത്ത വ്യക്തികൾ ആര് സംസാരിച്ചാലും അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അതും പ്രധാനമായും രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ മനസ്സിന് ഒരല്പം സംശയം തോന്നിയാൽ പോലും അത് സത്യം തന്നെയായിരിക്കും. അതിനാൽ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുക. പ്രിയങ്കയുടെ സഹോദരി പറഞ്ഞതുപോലെ ആ ടോൾ പ്ലാസ ഗേറ്റിനടുത്ത് പോയി അവൾ നിന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ദിവസവും പുറത്തു പോകുന്ന സ്ത്രീകൾ, വീട്ടിൽ വളരെ വൈകി വരുന്ന സ്ത്രീകളാണെങ്കിൽ എപ്പോഴും അവരുടെ ബാഗിൽ ഒരു പെപ്പർ സ്പ്രേ സൂക്ഷിക്കുക. അതേസമയം ആൺകുട്ടികളെ പ്രസവിച്ച മാതാപിതാക്കൾ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ചെറിയ പ്രായം മുതലേ പറഞ്ഞു കൊടുത്ത് വളർത്തുക. ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ തൊടാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.